നമസ്കാരം പ്രിയമുള്ളവരെ, ഞാൻ സത്യൻ തോട്ടാനത്ത്. ഞാനിന്നിപ്പോൾ ഈ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിലെത്തിയിട്ടുള്ളത്, ഇന്ന് പല രീതിയിലുള്ള കബളിപ്പിക്കലിലൂടെ നമ്മൾ ഓരോരുത്തരും കബളിപ്പിക്കപ്പെടുന്ന ഒരു അവസ്ഥാവിശേഷമുണ്ട്. അതിൽ ഒരു ചെറിയൊരു കബളിപ്പിക്കലിൽ ഞാനും പെട്ടിരിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും ഈ കബളിപ്പിക്കപ്പെടലിൽ വീഴും എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്കൊരു ബോധവൽക്കരണത്തിന് വേണ്ടി മാത്രമായിരുന്നു ഞാൻ ഈ വീഡിയോ ഇറക്കുന്നത്. മറ്റൊന്നല്ല, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പണ്ടത്തെ പോലെ ഒന്നല്ല, ഓരോ വീടുകളിലും AC ഫിറ്റ് ചെയ്യേണ്ട ഒരു കാര്യം കൂടി വന്നിരിക്കുകയാണ്. കാരണം അത്രമാത്രം ചൂടാണ്. അത് സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ട് അല്ല ഇന്നിപ്പോൾ AC ഓരോരുത്തരും വാങ്ങിയിരിക്കുന്നത്. വളരെ സാധാരണക്കാരൻ്റെ വീട്ടിൽ പോലും ഇപ്പോൾ AC വെക്കേണ്ട അവസ്ഥയാണ് പോകാൻ. എല്ലാവർക്കും ചൂട് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ അവസ്ഥയിൽ ഞാനും നമ്മുടെ കൊടുങ്ങല്ലൂർ കൂൾ മാളിൽ നിന്ന് ഒരു AC വാങ്ങിയ ശേഷം കമ്പനി അവർ ഫിറ്റ് ചെയ്യാൻ വരുന്നു പറഞ്ഞിരുന്നു. ഫിറ്റ് ചെയ്യാൻ വരുമ്പോൾ അതിനൊരു 1000 രൂപ സർവീസ് ചാർജ് ആയിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കമ്പനിയിൽ നിന്ന് എന്നെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ ഇൻസ്റ്റാളേഷൻ ചാർജിനെ കുറിച്ച് കടക്കാർ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ എന്ന് വെച്ചാൽ പറഞ്ഞിട്ടുണ്ട്, ഒരു 1000 രൂപ ഇൻസ്റ്റാൾ ചെയ്യാൻ വരുമ്പോൾ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1000 അല്ല 1200. അപ്പോൾ ഞാൻ ശരിക്കും എനിക്ക് ഈ ഫോൺ വരുന്നത് ഞാൻ ഈ കൂൾമാളിൽ ഇത് എന്തുകൊണ്ടാണ് ഇൻസ്റ്റാൾ ചെയ്ത് കിട്ടിയില്ല എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അവരുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഞാൻ അവരോട് പറഞ്ഞു, ഈ കമ്പനി ഈ കടക്കാരൻ എന്നോട് പറഞ്ഞത് 1000 ആണല്ലോ എന്ന് പറഞ്ഞു. 1000 അല്ലാതെ അവർക്ക് തെറ്റ് പറ്റിയതാവും. ഒരു കാര്യം ആലോചിക്കണം, ഒരു ആദ്യമായിട്ടൊന്നല്ല ഈ AC വിൽക്കുന്നതെന്നുള്ളത് അറിയാമല്ലോ. തെറ്റ് പറ്റിയതാവും. GST ഉൾപ്പെടെ 1200 രൂപയാണ്. അപ്പോൾ ശരിക്കും നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ നമ്മൾ GST നൽകാറുണ്ടെന്നല്ലാതെ ലേബറിന് GST കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ GST കുറിച്ചൊന്നും പറഞ്ഞില്ലോ എന്ന് പറഞ്ഞപ്പോൾ 1200 നിങ്ങൾക്ക് തരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നാളെ തന്നെ ഞങ്ങൾ ആളെ വിട്ടുതരാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു 200 രൂപ പ്രശ്നം പറഞ്ഞുകൊണ്ട് എനിക്കിത് ഇൻസ്റ്റാൾ ചെയ്യാതെ വയ്ക്കേണ്ട കാര്യമില്ല. ഞാൻ എന്തായാലും പൈസ കൊടുത്ത് വാങ്ങിയ AC ആണ്. ഇനി യാത്രയും ചൂട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് 200 രൂപയ്ക്ക് വേണ്ടി ഞാൻ അതിന് തർക്കം പിടിക്കുന്നില്ല. നിങ്ങൾ വന്നോളാം പറഞ്ഞു. ഞങ്ങളെ വിളിച്ച സമയത്ത് എൻ്റെ മകനെയാണ് കോൺടാക്ട് ചെയ്തത്. വീട്ടിലാളുണ്ടായിരുന്നില്ല എങ്കിലും മകൻ വന്ന് വീട് തുറന്നു കൊടുത്തു. അങ്ങനെ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ അവരുടെ പ്രവൃത്തികളൊക്കെ നടന്നിരിക്കുമ്പോൾ അപ്പോഴാണ് ഞാൻ എത്തുന്നത്. അപ്പോൾ ഞാനിവിടെ എത്തുമ്പോൾ അവർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പൈസ എത്രയാണെന്ന് വെച്ചപ്പോൾ ഇൻസ്റ്റാളേഷൻ ചാർജ് 1200 രൂപ കൊടുത്തപ്പോൾ അവർ പറഞ്ഞത് 1200 അല്ല, 2470 രൂപ വേണം. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചപ്പോൾ 2470 രൂപ അവർ പറഞ്ഞിട്ടുണ്ടായി. വേറെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും വേണ്ടി വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ചാർജ് കൂടി ചിലപ്പോൾ വേണ്ടി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും അത് ഫിറ്റ് ചെയ്യാൻ അതിലൊരു പ്ലഗിൻ്റെ പോരായ്മയുണ്ട്. ആ പ്ലഗ് അവർ ഫിറ്റ് ചെയ്യണം, അത് 70 രൂപ ഉണ്ട്. അപ്പോൾ ഈ 2470 എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് മറ്റതിന് വേണ്ടി AC ഫിറ്റ് ചെയ്യാനൊരു സ്റ്റാൻഡ് വേണം. സ്റ്റാൻഡിൻ്റെ കാര്യം ഞാൻ വാങ്ങുമ്പോൾ തന്നെ ഞാൻ കടക്കാരോട് സൂചിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് സ്റ്റാൻഡിൻ്റെ ആവശ്യമില്ല, ഇവിടെ നമ്മുടെ സൺഷെയ്ഡ് ഉള്ളതാണ്, സൺഷെയ്ഡിൽ വയ്ക്കാൻ പറ്റും. അപ്പോൾ അവർ പറഞ്ഞു അത് മതി, അപ്പോൾ അതിന് ക്ലാമ്പിൻ്റെ ആവശ്യമില്ല പറഞ്ഞിട്ടുണ്ടായി. അതുകൊണ്ട് തന്നെ ഇവർ ഫിറ്റ് ചെയ്യുമ്പോൾ വേറെ ഒന്നും ശ്രദ്ധിച്ചിരുന്നില്ല. അവർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവർ ക്ലാമ്പ് വേണ്ടി വന്നിരുന്നത്. ക്ലാമ്പ് ഞങ്ങൾ ഫിറ്റ് ചെയ്യുന്നതാണ് നമ്മളോട് ചോദിച്ച് അനുവാദം വാങ്ങി, അല്ലെങ്കിൽ അതിന് എത്ര രൂപ വേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് വേണ്ടി അത് ചെയ്യണമെങ്കിൽ അവർ ചെയ്തില്ല. നേരെ അത് ഫിറ്റ് ചെയ്തതിന് ശേഷം പറഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് പോലെ ഇതിൻ്റെ തൊട്ട് മുകളിൽ ഡ്രസ്സ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞത് ക്ലാമ്പ് അടിച്ചില്ലാന്നുണ്ടെങ്കിൽ കമ്പനി അതിന് വാറണ്ടി തരില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് ഈ റേറ്റ് തന്നെ കൂടുതലല്ലേ എന്ന് ചോദിച്ചു. ഒരു 1200 രൂപയോളം വാങ്ങിയിട്ടുണ്ടായിരുന്നു. റേറ്റ് തന്നെ കൂടുതലല്ലേ എന്ന് ചോദിച്ചു. അതൊന്നും ഞങ്ങൾക്കറിയില്ല, അതൊക്കെ കമ്പനിയായിട്ട് സംസാരിച്ചാൽ മതി. ശരി എന്ന് പറഞ്ഞാൽ വൈകിട്ടാണ് ഇവർ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തത്. ഈ അവർ പറഞ്ഞ പ്രകാരം 2470 രൂപയും ഞങ്ങൾ കൊടുത്തു. തൊട്ടടുത്ത ദിവസം കമ്പനിക്ക് വിളിച്ചു. അവരോട് പറഞ്ഞു GST ഉൾപ്പെടെയുള്ള ഒരു 1200 രൂപ പറഞ്ഞുള്ളൂ, GST ബില്ലൊന്ന് തരണം എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു GST ബില്ല് തരാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു 1000 രൂപ പറഞ്ഞ സാധനത്തിന് 1000 രൂപയും GST വേണമെന്ന് നിങ്ങൾ പറഞ്ഞു. ആ GST എടുക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ബില്ല് തരാൻ പറ്റില്ല? അത് തന്നെയല്ല, ഈ എനിക്ക് ആവശ്യമില്ലാത്ത ഒരു സ്റ്റാൻഡ് അത് ഞങ്ങളുടെ അനുവാദം ഇല്ലാതെ കൊണ്ടുവന്ന് വെച്ചു. അപ്പം അത് ലേബർ അതിന് വന്നിട്ടുള്ള ടെക്നീഷ്യനെ വിളിച്ച് സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ടെക്നീഷ്യനായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധമില്ല. എനിക്ക് ഉള്ള ബന്ധം ഈ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള ഷോപ്പും നമ്മുടെ കമ്പനിയും, ആ കമ്പനിയായിട്ട് മാത്രമേ എനിക്ക് ബന്ധമുള്ള. കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് എന്നെ വിളിച്ചുള്ളത്, ടെക്നീഷ്യന്മാരല്ലായിരുന്നില്ല. കമ്പനി പറഞ്ഞത് പ്രകാരം ആണ് ടെക്നീഷ്യനെ വിട്ടത്. അപ്പോൾ ടെക്നീഷ്യൻ്റെ ഉത്തരവാദിത്തം കൂടി നിങ്ങൾ ഏറ്റെടുക്കണം. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് പറഞ്ഞു തരണം. അപ്പോൾ ഇതുവരെ അത് അവർക്ക് പറയാൻ കഴിഞ്ഞില്ല. തൊട്ടടുത്ത ദിവസം ഞാൻ കൊടുങ്ങല്ലൂർ കൂൾമാടുകാർ അറിയിച്ച പ്രകാരം ഞാൻ അതിൻ്റെ സെയിൽസ് മാനേജറെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സെയിൽസ് മാനേജറും പറഞ്ഞു ഇതുകൊണ്ടാണെന്ന് അറിയില്ല, അവർ ശരിക്കും GST എടുക്കുന്നുണ്ടെങ്കിൽ ബില്ല് തരേണ്ടത് ആവശ്യമാണ്, അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അതില്ലാത്തതിൻ്റെ പേരിൽ വാറണ്ടി കിട്ടാത്തൊരവസ്ഥയും ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അവരതിന് എനിക്ക് ഒരു കൃത്യമായ മറുപടി തന്നിട്ടില്ല. ഞാൻ അതുമായിട്ട് നിയമപരമായിട്ടുള്ള നടപടിയിലൂടെ മുന്നോട്ട് പോകുമെന്ന് ഞാൻ അവരെ അറിയിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ദിവസം വിളിക്കുമ്പോഴും എത്രയും പെട്ടെന്ന് അത് അവർ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സെയിൽസിൻ്റെ ഒരു ഗ്രൂപ്പിൽ തന്നെ എൻ്റെ വോയിസ് ഞാൻ അപ്പോൾ അവരോട് സംസാരിച്ച വോയിസ് അത് എൻ്റെ അനുവാദത്തോടു കൂടി അതിലിട്ടോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ അതിന് അനുവാദം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിരിക്കുന്നു, ഇതുവരെ അതിനൊരു മറുപടി എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ദയവായിട്ട് ഞാനിപ്പോൾ ഈ വീഡിയോ ഇറക്കുന്നത് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ അറിയിക്കാൻ വേണ്ടിയാണ്. ഇനി ആരെങ്കിലും AC യോ അതോ മറ്റു അനുബന്ധ ഉപകരണങ്ങളോ വാങ്ങുമ്പോൾ
സർവീസ് ഒരു ടെക്നീഷ്യന്മാർ വന്ന് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അത് എത്രയാണെന്ന് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം അവരെ കൊണ്ട് ഫിറ്റ് ചെയ്യിക്കും. ബന്ധപ്പെട്ടവർ എനിക്കിപ്പോൾ തന്ന മറുപടി, ഈ മറ്റുള്ള ജില്ലകളിൽ ഏറ്റവും കൂടുതൽ പാലക്കാടും തൃശ്ശൂരും ജില്ലകളിലാണ് ഈ ടെക്നീഷ്യന്മാരുടെ കള്ളക്കളികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ അനാവശ്യമായിട്ട് ഓരോന്ന് ഫിറ്റ് ചെയ്ത് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് പണം തട്ടിയെടുക്കുന്നുണ്ടെന്നുള്ളത് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഇനി ഇതുപോലുള്ളൊരു തട്ടിപ്പിന് നിങ്ങളാരും വിധേയാവരുത് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇറക്കുന്നത്. നന്ദി, നമസ്കാരം.